സ്ത്രീവേഷം കെട്ടിയാടിയ നടന്മാർ എന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുകയാണ്. പുരുഷവേഷം കെട്ടിയാടിയ നടിമാർ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ മല്ലുത്തിങ്കരേജ്. അപ്പോൾ നമ്മളിന്ന് ആദ്യമായി നോക്കാൻ പോകുന്നത് 1977 ശാരംഗപാണി എഴുതി കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കണ്ണപ്പൻ ഉണ്ണി. നസീർ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയിൽ പുരുഷവേഷത്തിലാടിയത് ഷീലയായിരുന്നു. മുഖമാണ് മുഖം നോക്കി ഫലം പറയട്ടെ തമ്പുരാ. ഓഹോ, നോക്കി കുറവാ കണ്ണപ്പുണ്ണി തമ്പുരാന്റെ ഫലം നീ പറഞ്ഞതോളം മതി. വർഷം 1993. ബാലചന്ദ്ര മേനോൻ എഴുതി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അമ്മയാണ് സത്യം. മുകേഷ് പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ആനിയായിരുന്നു ഒരു പുരുഷവേഷം കൈകാര്യം ചെയ്തത്. നിനക്ക് എന്തിന്റെ അസുഖമാടാ? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നോ? ചേട്ടൻ എന്തിന്റെ അസുഖം? ചേട്ടനല്ല അസുഖം, അസുഖം നിനക്കാ. നീ ആരുടെ അടുത്താണ് അവിടെ നിന്ന് കൈക്കറി കാണിച്ചോണ്ടിരുന്നത്? ചുമ്മാ ഇരിക്കായിരുന്നു ഇവിടെ. ചുമ്മാ ഇരിക്കാനാണോ നിനക്ക് ഞാൻ ശമ്പളം തരുന്നത്? നീ ഇവിടുത്തെ ആരാ? എടാ നീ ഇവിടുത്തെ ആരാന്ന്? 1995 റാഫി മക്കാട്ടിൻ എഴുതി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പുതുക്കോട്ടൈ പുതുമണവാളൻ. ജയറാം, പ്രേംകുമാർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ പ്രസിദ്ധ മേനോൻ ആയിരുന്നു പുരുഷവേഷത്തിൽ എത്തിയത്. ആ കഥാപ്രസംഗക്കാരവിടെ അത് ചോദിക്കാൻ നീ ആരടാ? നിന്റെ തന്ത ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വടേ രപ്പേ. വർഷം 1998. MT വാസുദേവൻ എഴുതി വേണു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദയ. മഞ്ജു വാര്യർ ആയിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. മഞ്ജു വാര്യർ തന്നെയായിരുന്നു പുരുഷവേഷത്തിലും എത്തിയത്. ഇതിന്റെ പുറത്തു കയറി ഒരു വട്ടം സവാരി ചെയ്യണമെന്നാണ് വ്യവസ്ഥ. പറഞ്ഞില്ലെന്ന് വേണ്ട, കുതിര അപകടകാരിയാണ്. കൈയും കാലും ഒടിഞ്ഞ 4 പേരെ ഇതിനകം പുറത്തേക്ക് ചുമന്നുകൊണ്ട് പോകേണ്ടി വന്നു. ഭയം തോന്നുന്നെങ്കിൽ ശ്രമിക്കരുത്. ആയിരത്തി 1999 ബെന്നി പി നായരമ്പലം എഴുതി വിനയൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആകാശഗംഗ. റിയാസ് പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ കൽപ്പനയായിരുന്നു ഒരു പുരുഷവേഷം കൈകാര്യം ചെയ്തത്. ഇത് ഞങ്ങളുടെ മുത്തശ്ശി ആവേശാനന്ദ. ഇത് മുത്തശ്ശിയുടെ ചെറുമകൻ, ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ. ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ, അത് അവരുടെ മക്കൾ, അത് പണിക്കരമ്മാവൻ, അത് മുത്തശ്ശിയുടെ മരുമകൻ. വർഷം 2006. സത്യനന്ദിക്കാട് എഴുതി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രസതന്ത്രം. മോഹൻലാൽ, മീര ജാസ്മിൻ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ മീര ജാസ്മിൻ ആയിരുന്നു പുരുഷവേഷത്തിൽ എത്തിയത്. പണി അന്വേഷിച്ച് നടക്കുമായിരുന്നു. വന്നു പെട്ടത് പ്രേമന്റെ മുന്നിൽ. ചേട്ടനെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. കൊണ്ടുപോകുന്നവരെ ഇവിടെ നിൽക്കട്ടെ. എന്താടാ നിന്റെ പേര്? വേലായുധൻകുട്ടി. വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. നിന്റെ ശബ്ദത്തിന് എന്താടാ ഒരു കനവില്ലാത്തെ? ഞാൻ ഇപ്പോഴവനോടത് പറഞ്ഞതേ ഉള്ളൂ. വർഷം 2017. രഞ്ജിലാൽ ദാമോദരൻ എഴുതി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് നവൽ എന്ന ജുവൽ. ശ്വേതാമേനോൻ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ശ്വേതാമേനോൻ തന്നെയാണ് പുരുഷവേഷവും കൈകാര്യം ചെയ്തത്. സണ്ണി ലിയോണി ഇത്തരത്തിലുള്ളൊരു പുരുഷവേഷം കൈകാര്യം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.